പ്രഭാഷകൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, സ്വതന്ത്ര ചിന്തകൻ ഒക്കെ ആയിട്ടുള്ള രവിചന്ദ്രൻ സിയുടെ വാസ്തു വിമർശന പഠന ഗ്രന്ഥമായിട്ടുള്ള വാസ്തു ലഹരി, ചൂഷണത്തിൻ്റെ കന്നിമൂലകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ പകിട 13 ജ്യോതിഷ ഭീകരതയുടെ മറുപുറം എന്നുള്ള പുസ്തകം, ജ്യോതിഷ വിമർശന പഠന ഗ്രന്ഥം, അതുപോലെ തന്നെ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നുള്ള പുസ്തകത്തിൻ്റെ പരിണാമ സംബന്ധിയായിട്ടുള്ള പുസ്തകമാണത്. ആ ഒരു പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമായിട്ടുള്ള ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം. ഈ 2 പുസ്തകങ്ങളുടെയും റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ ടാബിൽ കൊടുക്കാം. ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം. ഓക്കെ, അപ്പോൾ ഇതിൽ വാസ്തുലഹരി, ചൂഷണത്തിൻ്റെ കന്നിമൂലകൾ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിത്രമാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. പുസ്തകത്തിന് നല്ല യോജിച്ച ഒരു ചിത്രം ആണത്. അതുപോലെ തന്നെ താഴെ രവിചന്ദ്രൻ സി, DC ബുക്സിൻ്റെ എംബ്ലം, 4ാം പതിപ്പ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും DC ബുക്സാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നും ഇത് 4ാം പതിപ്പാണ് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പിൻവശം ഇതുപോലെയാണ് കാണുന്നത്. അവിടെ എഴുത്തുകാരൻ്റെ ചിത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ നിന്നുള്ള കുറച്ച് വരികളും ഒക്കെ കൊടുത്തിരിക്കുന്നു. പുസ്തകത്തിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകം 2015 പുറത്തു വരുന്നത്. ആദ്യമായിട്ട് പുറത്തു വരുന്നത് 2015. ഇത് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 4ാമത്തെ പതിപ്പാണ്. 2023 ഈ 4ാമത്തെ പതിപ്പ് പുസ്തകത്തിൻ്റെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ഏകദേശം 368ഓളം പേജുകളുണ്ട്. 368 പേജ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, നല്ല കട്ടിയുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ വില 450 രൂപയാണ്. DC ബുക്സാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി പുസ്തകത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ആമുഖമാണ്. അത് എഴുത്തുകാരൻ രവിചന്ദ്രൻ സി എഴുതിയിട്ടുള്ളൊരു ആമുഖം. അതുപോലെ തന്നെ പ്രൊഫസർ K. പാപ്പൂട്ടി എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു അവതാരികയാണ്. അപ്പോൾ ഈ ആമുഖവും അവതാരികയും രണ്ടിലും തന്നെ പുസ്തകത്തിനുള്ളിൽ പരാമർശിക്കുന്ന വിഷയം, അതായത് വാസ്തു എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവർ ആമുഖത്തിലും അതുപോലെ തന്നെ അവതാരികയിലും അവലോകനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം വായിക്കുന്നവർ തീർച്ചയായിട്ടും ആമുഖവും അവതാരികയും വായിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പഠനം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പുസ്തകമാണ്. വിമർശനാത്മക പഠനം, വാസ്തു സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിമർശനാത്മക പഠനമാണ് എഴുത്തുകാരൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കവർ പേജ് ആയാലും അതുപോലെ തന്നെ അകത്തെ പേപ്പറുകൾ ഒക്കെ തന്നെ വളരെ നിലവാരം പുലർത്തുന്നവയാണ്. അതുപോലെ പ്രിൻറ്റിങ് ക്വാളിറ്റിയും നമുക്ക് കാണാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, പ്രിൻറ്റിങ് വളരെ മികച്ച ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുസ്തകത്തിന് ഉള്ളിലേക്കുള്ള വിഷയങ്ങളെ നോക്കാം. ഇതിനകത്ത് 3 ഭാഗങ്ങളിലായിട്ട് 51 ഉപന്യാസങ്ങളാണ് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ 3 ഭാഗങ്ങളിലും ആയിട്ട് 51 ഉപന്യാസങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് വാസ്തു സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് ഇപ്പം വാസ്തുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വാസ്തുവുമായിട്ട് ആധുനിക ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന വാസ്തുവിന് സമാനമായിട്ടുള്ള ചില സംഗതികൾ, ഇത്തരം കാര്യങ്ങൾ ഈ 51 എസ്സേകളിലൂടെ എഴുത്തുകാരൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അവ ഏതൊക്കെയാണ്, ഈ ഓരോ ഭാഗങ്ങളിലും വരുന്ന എസ്സേകളിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവ കൂടാതെയുള്ള സംഗതികളും പുസ്തകത്തിനകത്ത് ഉണ്ട് എന്ന് ഉള്ളതാണ് കാര്യം. അപ്പോൾ ഭാഗം 1 പേര് കൊപ്പേയുടെ ജനിതകം എന്നാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിലിനകത്ത് കൊപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിപ്പിക്കുക, പേടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് കൊപ്പ എന്ന് പറയുന്നത്. അപ്പോൾ കൊതിപ്പിച്ചുകൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും ഒരു മനുഷ്യ മസ്തിഷ്കത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കപടവിദ്യകളിൽ കൊണ്ടുപോകാനും അവൻ്റെ പണം തട്ടുവാനും സാധിക്കുമെന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊപ്പയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൊതിപ്പിക്കൽ പേടിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ വാസ്തുശാസ്ത്രവും. കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന വ്യക്തിയെ കൊതിപ്പിച്ചോ പേടിപ്പിച്ചോ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ പണം തട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൊപ്പയുടെ ജനിതകം എന്നുള്ള ഭാഗത്ത് കൊതിപ്പിക്കൽ പേടിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ വാസ്തുശാസ്ത്രം ഒരു കൊതിപ്പിക്കൽ പേടിപ്പിക്കൽ ചൂഷണ ഉപാധിയാണ് എന്ന് ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു.
വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തലച്ചോറിൻ്റെ പരിണാമവും അന്ധവിശ്വാസത്വരയും, വാസ്തു ഫലപ്രസ്താവനകളിലെ പൊള്ളത്തരങ്ങൾ, വാസ്തുചരിത്രം, ഗവൺമെൻറ്റിൻ്റെ വാസ്തുവിശ്വാസം, അനുഭവ കഥകളുടെ പൊളിച്ചെഴുത്ത് തുടങ്ങിയ സംഗതികൾ പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവയിലൂടെ എല്ലാം തന്നെ കോപ്പെ എന്ന് പറയുന്ന ആ ഒരു രീതി, മെത്തേഡ്, അല്ലെങ്കിൽ ഇത്തരക്കാർ ഉപയോഗിക്കുന്ന കൊപ്പെ എന്ന് പറയുന്ന മെത്തേഡിനെ ആണ് എഴുത്തുകാരൻ അവലോകനം ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാഗത്തിലെ ടൈറ്റിൽ പുരുഷ പീഡനം എന്നാണ്. ഇവിടെ പുരുഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. വാസ്തുവിൻ്റെ ബേസ് എന്ന് പറയുന്നത് വാസ്തു പുരുഷൻ എന്നുള്ള ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും വാസ്തു എന്ന് പറയുന്ന, അതായത് പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആ പ്രധാന സംഗതിയിലേക്ക് എഴുത്തുകാരൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവയിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയാം. വാസ്തു പുരുഷൻ, ഞാൻ പറഞ്ഞു വാസ്തു പുരുഷൻ, അതുപോലെ സ്ഥിരവാസ്തു, ചരവാസ്തു, ലോകത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഭവന നിർമ്മാണങ്ങൾ, അതുപോലെ ദിക്കുകൾ, ഉറക്ക ദിശ, മനുഷ്യ ശരീരത്തിലെ കാന്തിക പ്രഭാവം, ചീട്ടുശാസ്ത്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവകഥ, അതുപോലെ കന്നുശാസ്ത്രം എന്നുള്ള പരീക്ഷണതന്ത്രം, അതുപോലെ വിധി വേഴ്സസ് വാസ്തു, അതായത് വിധിയും വാസ്തുവും തമ്മിലുള്ള ഒരു സംഘർഷം. വിധി ശരിയാവുന്നുണ്ടെങ്കിൽ വാസ്തു എങ്ങനെ ശരിയാവും എന്നുള്ളത്, അല്ലെങ്കിൽ വാസ്തു ശരിയാണെങ്കിൽ വിധി എങ്ങനെ ശരിയാവും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പഠനം. അതുപോലെ വ്യാഖ്യാന കസർത്തുകൾ, ഈ വാസ്തു ആൾക്കാരെയൊക്കെ നടത്തുന്ന വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചാണ്. ഊർജ്ജങ്ങളെക്കുറിച്ച്, അതുപോലെ വസ്തുവിൻ്റെ വാസ്തു, വീടിന് മാത്രമല്ല വീടിരിക്കുന്ന സ്ഥലത്തിനും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗുണങ്ങൾ വേണമെന്നുള്ളത്. അതുപോലെ വൃക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ശാസനങ്ങൾ, വൃക്ഷങ്ങൾ കെട്ടിടത്തിന് മേൽ പൊങ്ങിപ്പോകാൻ പാടില്ല എന്നൊക്കെ സംബന്ധിച്ചുള്ളതൊക്കെ ഉണ്ടല്ലോ. ഭൂതകാല കെട്ടിട പ്രേമം, വാസ്തുദോഷം, വാസ്തുയന്ത്രം, വാസ്തുക്കാരനും എഞ്ചിനീയറും, വാസ്തുവിലെ അയുക്തിപരമായിട്ടുള്ള അളവുകോലുകൾ, അളവ് കണക്കുകൾ, മരണച്ചുറ്റ്, കന്നിമൂലയിലെ കക്കൂസ്, വാസ്തു ഇടനിലക്കാർ, അതുപോലെ മീഡിയയുടെ വാസ്തു വിശ്വാസം അല്ലെങ്കിൽ വാസ്തു അന്ധവിശ്വാസം പരത്തൽ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ പുരുഷപീഡനം എന്നുള്ള രണ്ടാമത്തെ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് വാസ്തു സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് ഈ രണ്ടാമത്തെ ഭാഗത്താണ്. അവിടെ തന്നെ പ്രധാനപ്പെട്ട സംഗതികൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് പുതിയ അഭ്യാസങ്ങൾ എന്നാണ്. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റു ചില കപടവിദ്യകൾ, ഈ വാസ്തുശാസ്ത്രം പോലെ തന്നെയുള്ള മറ്റു ചില കപടപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് മൂന്നാമത്തെ ഭാഗത്ത്, ഈ പുതിയ അഭ്യാസങ്ങൾ എന്നുള്ള ഭാഗത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഫെങ്ഷൂയി അഥവാ ഫുങ്ഷേ എന്ന് പറയുന്ന ചൈനീസ് വാസ്തു, അതുപോലെ ഓജോ ബോർഡ് എന്ന് പറയുന്ന സംഗതി, പ്രേതത്തെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് അതിൻ്റെ അശാസ്ത്രീയത, അതുപോലെ പെൻഡുലം കറക്കൽ, അതുപോലെ ഡൗസിങ്. ഈ ഡൗസിങ് എന്ന് പറയുന്നത് ഈ ധാതുക്കളും ജലസ്ഥാനവും കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ ബയോളജി, ജീവശാസ്ത്ര തത്വങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയാണ് ബയോളജി. അപ്പോൾ ഇത്തരം സംഗതികൾ, ഇത് പുതുതായിട്ട് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന വാസ്തു സമാനമായിട്ടുള്ള മറ്റു ചില രീതികളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഭാഗത്ത് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവയിലെല്ലാം കൂടി ഈ 3 ഭാഗങ്ങളിലൂടെ, ഈ 51 എസ്സേകളിലൂടെ ഈ വാസ്തു എന്ന് പറയുന്ന സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ചുള്ള ഡേറ്റകളും അവയ്ക്കെതിരെയുള്ള എഴുത്തുകാരൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനവും വിമർശനവുമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ മൊത്തത്തിൽ വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ അവതരണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവതരണം എനിക്ക് തോന്നിയത് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു പഠന ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ മികച്ച അവതരണമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.
കാരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വായിക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഒരു പഠന ഗ്രന്ഥത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു അവതരണമായിട്ട് തോന്നി. പിന്നുള്ളൊരു കാര്യം ലളിതമാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇല്ല, കാര്യങ്ങൾ വായിക്കാനും വായിച്ച് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ഇല്ലാത്തതായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ തമാശ കലർന്ന രീതിയിലുള്ളൊരു അവതരണ രീതിയാണ് എഴുത്തുകാരൻ ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. പല കാര്യങ്ങളും മിക്ക കാര്യങ്ങളും സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഹാസ്യാത്മകത അവതരണത്തിൽ അല്ലെങ്കിൽ എഴുത്തിൽ ചേർത്തിട്ടുണ്ട്. അത് രവിചന്ദ്രൻ സിയുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കണ്ടു നോക്കിയാൽ തന്നെ ഇപ്പം യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ കണ്ടുവരുന്നൊരു ക്വാളിറ്റിയാണ് ഈ തമാശ അല്ലെങ്കിൽ ഈ ഒരു ഹാസ്യാത്മകത എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റൈറ്റിങ്ങിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഈ 51 എസ്സേകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണാൻ കഴിയുന്ന ചില സംഗതികൾ, അതിലൊന്നാണ് ചിത്രങ്ങളും കാർട്ടൂണുകളും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറഞ്ഞു പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങളും കാർട്ടൂണുകളും പുസ്തകത്തിനകത്തുണ്ട്. അത് കമനീയമായിട്ട് തോന്നി. പിന്നെയുള്ളത് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. അത് ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ചില മലയാള പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഒരു ചെറിയൊരു വ്യക്തത കിട്ടുന്നതിനും വേണ്ടി ഇന്നതാണ് ഉദ്ദേശിച്ചത് ഈ വാക്കിലൂടെ എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇംഗ്ലീഷ് പദങ്ങളും പുസ്തകത്തിനുള്ളിൽ ഉണ്ട്. അപ്പോൾ പുസ്തകത്തിൻ്റെ അവസാനം ഒരു അവലംബം കാണാം. അതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് ആൾക്കാരുടെ, പ്രത്യേകിച്ചും ഈ വാസ്തു സംബന്ധമായിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾക്കുള്ളിൽ ഉള്ള വരികളെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഈ വരികൾ ഏത് പുസ്തകത്തിൽ നിന്നുള്ളവയാണ്, അത് ആരെഴുതിയതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് അവലംബത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെയുള്ളത് പദസൂചി. ഇതിനകത്ത് ഉള്ളിൽ സൂചിപ്പിച്ചിട്ടുള്ള പദങ്ങൾ, പ്രാധാന്യമർഹിക്കുന്ന പദങ്ങളെ ക്രോഡീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടും തന്നെ ഈ ഒരു പുസ്തകം, എൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും സമാനമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായും ഹാസ്യാത്മകമായും വിമർശനാത്മകമായും അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മികച്ച കൃതി എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ എല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ പകിട 13 ജ്യോതിഷ ഭീകരതയുടെ മറുപുറം എന്നുള്ള പുസ്തകവും ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകവും വാസ്തുലഹരി ചൂഷണത്തിൻ്റെ കന്നിമൂലകളെന്ന് പറയുന്ന ഈ ഒരു പുസ്തകവും ഇന്നിൻ്റെ സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന, വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ പുസ്തകം വാങ്ങാനും വായിച്ചു നോക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം കാണാം. ബൈ.